കഴിച്ചപ്പോൾ സമയം രാത്രി ആവാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഒരു ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഈ മാഗി മാത്രമേ നമുക്ക് പിടിക്കുന്നുള്ളൂ, ബാക്കിയൊന്നും ശരിയാകുന്നില്ല. ഏകദേശം 60 റുപ്പീസ് കേട്ടോ, 60 രൂപ ഇത്രയേ ഉള്ളൂ സാധനം. കണ്ടില്ലേ, 10 റുപ്യേൻ്റെ ഒരു പാക്കറ്റാണ്. ഗൈസ് നമ്മളിപ്പോൾ ജയ്സൽമറിൽ നിന്ന് പോവാട്ടോ, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടോ ജയ്സൽമർ. അപ്പോൾ അവിടുന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത ആളില്ലേ, വണ്ടി എടുത്ത ആ ഒരു ബൈക്ക് ഓണറില്ലേ, മൂപ്പരെ ഇവിടെ കൊണ്ടാക്കി തന്നെ, പ്രശ്നമൊന്നുമില്ല, പൈസ വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഇനി ട്രെയിൻ ഉള്ളത് 12:30 കേട്ടോ. 12:30 ഇപ്പോൾ സമയം 6 മണി ആയിട്ടേ ഉള്ളൂ, 6:30 ആയിട്ടേ ഉള്ളൂ. 6 മണിക്കൂറുണ്ട്. എങ്ങനെയെങ്കിലും ഇവിടെ തള്ളി നിൽക്കണം, 2 പടം കണ്ടാൽ മതി. അല്ലെങ്കിൽ കഴിച്ചപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ സമയം ഒരു 12 മണിയായി. ഇനിയിപ്പോൾ ഒരു 1/2 മണിക്കൂർ കൊണ്ട് ട്രെയിൻ എടുക്കും. നമ്മളിപ്പോൾ കുറേ നേരം എന്തൊക്കെ ഫോണിൽ കളിച്ചു കുത്തിയിരുന്നു, പെസ്സൊക്കെ കളിച്ചു, പിന്നെ കുറേ ഷോർട്സ് റീൽസൊക്കെ കണ്ടു കുത്തിയിരുന്നു, പിന്നെ കുറേ വീഡിയോ ഒക്കെ കണ്ട്. പക്ഷേ ഇവിടെ വീഡിയോ അല്ല, ഫുഡ് കഴിച്ച്. അപ്പോൾ ഭയങ്കര തണുപ്പാട്ടോ, എങ്ങനെയോ അവിടെ നിൽക്കുന്നത് തന്നെ. ഞാൻ ചെറിയൊരു പുതപ്പുമാണെന്ന് വിചാരിച്ചിരുന്നു, പുതപ്പുമില്ല, കൈയൊക്കെ ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട്. ബാക്കിയുള്ള കുഴപ്പമില്ല, പക്ഷെ എന്നാലും നിൽക്കാൻ പറ്റുന്നില്ല. പുറത്ത് തന്നെ അതിനെ കൊണ്ടേ കാറ്റടിക്കും, കാറ്റടിച്ചാലാണ് പ്രശ്നം വരിക, അല്ലാണ്ട് വലിയ സീനൊന്നുമില്ല. കാറ്റടിക്കുന്ന നേരം നിൽക്കാനാവില്ല. പ്രത്യേകിച്ച് ട്രെയിനിൽ പോകുന്ന നേരം ഞാനിപ്പോൾ അപ്പർ ബർത്ത് എടുത്താണ്. സൈഡിൽ നിന്ന് സൈഡ് ലോവറൊക്കെ എടുത്താൽ കുടുങ്ങി പോകും. ഇതാട്ടോ നമ്മളെ ട്രെയിന്. ഞാനവിടെ വെളിച്ചത്തിന് വെളിച്ചം കിട്ടാൻ വേണ്ടി പോയിന്നാ. എന്തായാലും ഇതിലും കയറണം. वीडियो बना रहे ഓ ജയ്സൽമർ ഫോർട്ട് കാണുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ഒരു വിന്യായം പോലെ. രാജസ്ഥാനോട് വിട്ട 2 ദിവസം കഴിയും കേട്ടോ ഡൽഹിയിലെത്താൻ. ഇനി 3 മണിക്കൂർ കൊണ്ട് ജയ്പൂർ എത്തുട്ടോ. 200 കിലോമീറ്ററും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് ഇവിടുന്ന് ജാക്കറ്റ് എടുക്കുക, പിന്നെ വേഗം പള്ളി പോയി നിസ്കരിക്കുക. അതിപ്പോൾ വെള്ളിയാഴ്ച കേട്ടോ, ഉണ്ടാവും. പിന്നെ ഇവിടെ ഏകദേശം ഒരു 2 മണി 2:15 ആവും ബാങ്ക്. അത് പ്ലസ് പോയിൻ്റാണ്. എല്ലായിടം ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിയാലേ നമുക്ക് നല്ലോണം കഴിക്കാൻ പറ്റുമോ. മറ്റെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ടേസ്റ്റ് പിടിക്കൂല, ഭയങ്കരമായിട്ട് എന്തോ ഇതാവും. ഇതൊക്കെ പാക്കറ്റ് ആയതിനെ കൊണ്ടേ, ലേസ് അതുപോലെ മറ്റേ സ്റ്റിക്കേഴ്സ്, കിറ്റ്കാറ്റ്, ഇതിനൊന്നും ടേസ്റ്റ് മാറൂല, നമ്മൾ അവിടെ നിന്ന് കഴിക്കുമ്പോൾ തന്നെ ഉണ്ടാവും. ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമ്മളിനി ജയ്പൂർ എത്തും കേട്ടോ. പെട്ടെന്ന് നമ്മൾ പോയി ജാക്കറ്റ് എടുക്കണം. അതിന് ശേഷം നമുക്ക് ഡൽഹിക്ക് പോകണം. രാജസ്ഥാൻ ഒരു പച്ചപ്പ് കണ്ടു തുടങ്ങി കേട്ടോ. ഇതിപ്പോൾ സ്ലീപ്പർ ടിക്കറ്റാണ്, ഇതിപ്പോൾ സ്ലീപ്പറാട്ടോ കോച്ച്. എനിക്കതിനൊന്നും കേൾക്കുന്നില്ല പറയുന്നത്. ഈ സീറ്റ് കണ്ടോ, ഈ കോച്ച് മൊത്തം കാലിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇത് ജയ്സൽമറിന് ഡൽഹിക്ക് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ജയ്സൽമറിന് നമ്മളിപ്പോൾ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ജയ്സൽമർ ടു അജ്മീർ, അജ്മീർ ടു ജയ്പൂർ, ജയ്പൂർ ടു ഡൽഹി, ഇങ്ങനെയൊക്കെയാണ് പോകുന്ന ട്രെയിൻ. എന്നാലും കൂടി അജ്മീറിനോ ജയ്പൂരിൽ നിന്നോ ഒരാൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റൂല. ഡൽഹിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ജയ്സൽമറിൽ തന്നെ ഡൽഹിക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഏകദേശം എനിക്ക് തോന്നുന്നു 450 രൂപ എങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ ടിക്കറ്റ് കിട്ടൂ, അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടൂല. അവർക്ക് റിഗ്രറ്റ് ചെയ്തിട്ടു. അതിനോട് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ജയ്സൽമർ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങൾ ബസ് എടുക്കേണ്ട ആവശ്യമില്ല. ട്രെയിനിൽ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടാവും, ഒരു കുഴപ്പമില്ല. ഇനി അതും നിങ്ങൾക്ക് സീറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഡയറക്റ്റ് ട്രെയിനിൽ കയറുക, എന്നിട്ട് ഫൈൻ അടിച്ചാൽ മതി. 250, 250 രൂപ ഫൈൻ അടിക്കുക. പിന്നെ ട്രെയിൻ ടിക്കറ്റിൻ്റെ ചാർജ് കൊടുക്കുക, ഒരു 450 രൂപ. ഒരു 650 രൂപ നിങ്ങൾക്ക് സുഖമായിട്ട് കടന്നുറങ്ങി പോകാം. ബസ്സിലാകുമ്പോൾ പറ്റൂലല്ലോ. ഇപ്പോൾ നമ്മൾ ജയ്പൂർ എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ താമസിച്ച ഇതില്ലേ ധർമ്മശാലല്ലേ, അവിടെ പോയിട്ട് ജാക്കറ്റ് നോക്കുക.
ജാക്കറ്റ് എടുക്കണം, പിന്നെ തിരിച്ച് വരണം, പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിൻ 3:15 എങ്ങാനാണ് കേട്ടോ. സമയം ഏകദേശം സ്കരിക്കാനുള്ള ടൈമേ ഉണ്ടാവും. ഹിന്ദി വായിക്കാൻ അറിയുന്നവർ വായിക്കട്ടോ. വായിക്കാൻ അറിയാം, സംസാരിക്കാൻ അറിഞ്ഞൂടാ. അല്ല, സംസാരിക്കാൻ നല്ലോണം അറിയാം. അല്ല, സംസാരിക്കാൻ അറിഞ്ഞൂടാല്ലോ. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുക. ഒപ്പത്തി ധർമ്മശല ജമ്മു എൻ്റെ മേലെത്തിട്ടോ. I forgot my jacket here. Huh? Forgot my jacket here. Jacket? Yeah, I want to take that. In down floor. Second floor? Yeah. This is Tony jacket. Is it heavy? Yeah, I have a bill. It's a bill. No, it's not. It's not. नहीं रहेगी jacket. It's my bill. I forgot one. कब का चेकआउट कब किया था? Checkout last Wednesday. चार तारीख को? Last Tuesday. हाँ Tuesday Yeah. 5 को किया था. टाइम तुम्हारा So I want just take come back. Guys, നമ്മൾ ജാക്കറ്റ് കിട്ടിയിട്ടോ. തവിട്ടുണ്ട് ഏട്ടും പോയില്ല. യെസ്. ഷട്ടിൻ്റെയൊക്കെ കൂടുതലായി പോയല്ലോ. പട്ടച്ചോനെ. ഗൈസ്, നമ്മൾ ജാക്കറ്റ് കിട്ടിയിട്ടോ. തവിട്ടുണ്ട് ഏട്ടും പോയില്ല. യെസ്. ഷട്ടിൻ്റെയൊക്കെ കൂടുതലായി പോയല്ലോ. പട്ടച്ചോനെ. हम ज़्यादा पढ़े लिखे नहीं हैं, ज़्यादा नहीं पढ़े हैं. അപ്പോൾ ജാക്കറ്റ് കിട്ടിയിട്ടോ. ഇതാ തൊപ്പി. കിട്ടുമ്പോൾ തന്നെ എന്ത് സുഖമാണെന്നറിയോ. ടൈം കൂടെ ഇപ്പോൾ ഇതാ ഇവിടെ പള്ളിയുണ്ട് കേട്ടോ. ജമാ മസ്ജിദുണ്ട്. ജമാ മസ്ജിദല്ല, ജുമാ മസ്ജിദ്. ഡൽഹി പോയി നടാൻ വരുന്നുണ്ട്. ഇപ്പോൾ നാളെ ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞു. ഭയങ്കര തിരക്കാട്ടോ. പിന്നെ ആ സൈഡിൽ നിന്ന് ആൾക്കാരിങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് അതിനെക്കൊണ്ടാണ്. പിന്നെ നിസ്കാരം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നേരെ വേണമെങ്കിൽ ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാണ്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവാം, ട്രെയിനിൽ കാത്തിക്കുക. അത് തന്നെ. നമുക്ക് പുതിയൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഗിഫ്റ്റ് കിട്ടുന്നതിനേക്കാളും എത്രയോ വാല്യുബിൾ ആയിരിക്കും നമ്മളെ നഷ്ടപ്പെട്ടു പോയൊരു സാധനം തിരിച്ച്, നഷ്ടപ്പെട്ടു പോയൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയതാണോ തിരിച്ച് കിട്ടുമ്പോൾ അതിന് ഭയങ്കര വാല്യൂ ആയിരിക്കും. അതുപോലെയാണ് ഇപ്പോൾ ജാക്കറ്റിൻ്റെ അവസ്ഥ കേട്ടോ. ഈ സാധനം ഇട്ടുന്നേരം തന്നെ എന്ത് സുഖമാണെന്നറിയോ. 2 ദിവസം കണ്ടെന്നില്ലാണ്ടായപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ 2 ദിവസം കാണാണ്ടാകുന്ന നേരമാണ് നമുക്ക് ഓരോന്നിൻ്റെ ഒരു, അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ കുറച്ച് ദിവസം കാണാണ്ടാകുന്ന നേരമാണ് ഓരോന്നിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. ഇതെന്തോ ഒരു റൊട്ടി പോലത്തെ എന്തോ ഒരു സാധനമാണ്, ബ്രെഡ് പോലത്തെ എന്തോ ഒരു സാധനമാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ഗ്രേവി പോലത്തെ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂഡൽഹി അല്ല,
ഡൽഹിയിലെത്തി. ഡൽഹി സറൈ റോഹില റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ നമുക്ക് ന്യൂഡൽഹിക്ക് പോകണം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ന്യൂഡൽഹിയിൽ നിന്നാണ് നമുക്ക് പഞ്ചാബിലേക്കുള്ളത് ട്രെയിൻ കിട്ടി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. ഇത് ഡൽഹി റെയിൽവേ സ്റ്റേഷന് മുമ്പ് തന്നെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല കേരള ഫുഡ് കിട്ടും. കേരള അല്ല, സൗത്ത് ഇന്ത്യ ഫുഡ് കിട്ടും. ഇതിപ്പോൾ ഹൈദരാബാദി ബിരിയാണിയാണ്. ജസ്റ്റ് ഇതിന് എത്ര 120 രൂപ അങ്ങനെയുണ്ട്. മമൂസ് വാങ്ങുന്നതിനും അതുപോലെ ബാക്കിയുള്ള വാങ്ങുന്നതിനൊക്കെ എത്രയോ നല്ലതാണിത്. ഇപ്പോൾ ഇത് നമ്മൾ ഫുഡ് കഴിക്കാം. ഓക്കെ, നല്ല സ്പൈസി ആയിട്ട് ഇത് വാങ്ങി. സ്പൈസി ഉണ്ട്, അല്ല നോർമലും ഉണ്ട്. രണ്ടിനും സെയിം പ്രൈസാണ്. ഗൈസ്, അപ്പം നമ്മൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കേട്ടോ. നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചും കൂടി വൃത്തിയുണ്ട് കേട്ടോ. പിന്നെ വലിയ പ്ലാറ്റ്ഫോമൊക്കെയാണ്, കുറേ 10-18 പ്ലാറ്റ്ഫോം ഉണ്ട്. അതൊക്കെ വരുമ്പോൾ ഇതാണ്. അല്ല മെയിൻ കാര്യം എന്താ വെച്ചാൽ നമ്മളെ ട്രെയിൻ ഇപ്പോൾ 4 മണിക്കൂർ ഡിലേ ആണ്. 4 മണിക്കൂർ ഇപ്പോൾ ഡിലേ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പ്ലാൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാജസ്ഥാനിൽ ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ ഡൽഹിയിൽ ഏകദേശം 9 മണിയാകുമ്പോൾ എത്തും. പിന്നെ പഞ്ചാബിലേക്ക് ട്രെയിൻ ഉള്ളത് പിറ്റേന്ന് 3:55 അപ്പോൾ പുലർച്ചെ 3:55 എന്ന് വെച്ചാൽ ഒരു 6 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഡൽഹിയിലെത്തി ഒരു 6 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ എനിക്ക് അടുത്ത ട്രെയിൻ കിട്ടും. ആ ബേസിലാണ് ഞാനിങ്ങോട്ട് വന്നത്. പക്ഷെ ഇപ്പം എന്താ അവസ്ഥ അറിയോ? നമ്മളിപ്പോൾ ഡൽഹിയിലെത്തി 9 മണിക്ക് എത്തി, ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇപ്പോൾ ആ സമയത്ത് നോക്കിയപ്പോൾ 2.5 മണിക്കൂർ ഡിലേ ആണെന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. ഒരു 5 മണിക്കൊക്കെ ട്രെയിൻ എടുക്കുമെന്ന് 5 ഒരു 6 മണിക്കൊക്കെ ട്രെയിൻ എടുക്കുമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ 3.5 മണിക്കൂറായി. ഇപ്പോൾ നോക്കുമ്പോൾ 4 മണിക്കൂറായി. എന്ന് വെച്ചാൽ രാവിലെ 8 മണിക്കേ പോകും. ഇതിങ്ങനെ ആയെങ്കിൽ ഞാനിവിടെ ഡൽഹിയിൽ 9 മണിക്ക് എത്തിയല്ലോ. ആ ടൈമിൽ തന്നെ എനിക്ക് വേഗം പോയി എവിടെയെങ്കിലും ഒരു ഹോട്ടൽ എടുക്കാൻ പറ്റുമതിന്. പക്ഷേ ഇതിപ്പോൾ അതൊന്നും പറ്റാത്ത അവസ്ഥയാണ്. കേസ് ഇങ്ങനെ ഡിലേ ആയാലുള്ള പ്രശ്നം എന്താ അറിയോ? ഞാനിപ്പോൾ ഇവിടെ രാത്രി 9 മണിക്ക് എത്തിയില്ലേ. രാത്രി 9 മണിക്ക് എത്തിയിട്ട് എനിക്ക് പിറ്റേന്ന് പുലർച്ചെ 3 മണിക്കാണ് ട്രെയിൻ ഉള്ളത് എന്നറിയുകയാണെങ്കിൽ ഒരു 6 മണിക്കൂർ ഞാനിവിടെ വെയിറ്റ് ചെയ്യുക തന്നെ വേണോ? പുറത്ത് പോയി ഒരു റൂം എടുത്ത് നിൽക്കാനോ അങ്ങനത്തെ ഒന്നും പറ്റൂല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും ടൈമില്ല. മാത്രമല്ല പുലർച്ചയല്ലേ, നമുക്ക് നല്ല ഉറക്കം വെക്കുന്ന ടൈമുമാണ്. അപ്പോൾ പക്ഷേ പിറ്റേന്ന് രാവിലെ 8 മണിക്കാണ് ട്രെയിൻ ഉള്ളത് എന്നറിയുകയാണെങ്കിൽ എനിക്ക് സൗകര്യം പോലെ പുറത്ത് പോയി ഒരു റൂം എടുക്കുക, നല്ലോണം അവിടെ സ്റ്റേ ചെയ്യാം. ഇവിടെ അങ്ങനെ തണുപ്പ് കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 6 മണിക്കൂർ ഒരു 4 മണിക്കൂർ ഡിലേ ആയി. ഇപ്പോൾ മൊത്തം 10 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയായി. അപ്പോൾ അത് ഇന്ത്യൻ റെയിൽവേൻ്റെ ഭാഗത്ത് വന്ന് മിസ്റ്റേക്കാണ് പോലെ നല്ലോണം നോക്കണം. ഇത് കോപ്പിലെ പരിപാടിയാണ് ഇത് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു സാഹചര്യമാണ്. ട്രെയിൻ ഡിലേ ആവാൻ ഓരോ സാഹചര്യങ്ങളുണ്ടാവും. ട്രെയിൻ ഡിലേ ആവുന്ന കാര്യം മാത്രമല്ല, വേറെ എന്താണെങ്കിലും നമുക്ക് ചിലപ്പോൾ എനിക്ക് നല്ല ദേഷ്യം പിടിക്കുന്ന ടൈമാണ് ഇപ്പോൾ. പക്ഷേ നമ്മളത് സാഹചര്യം മനസ്സിലാക്കി കാട്ടി ആ ബേസിൽ നിൽക്കണം. കാര്യം അത് എന്താ പറയുക, വിധിയാണ്. ഇങ്ങനെ സംഭവിക്കണം എന്നുള്ളത് വിധിയാണ്. നമ്മൾ ആ ബേസിൽ നിൽക്കണം. വെറുതെ ആടെയും ഇവിടെയൊക്കെ തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിട്ടോ വേറെന്തോ കാണിച്ചിട്ടോ ഒരു കാര്യമില്ല. 6 മണിക്കൂർ ലേറ്റായിട്ട് സ്ഥാനം വരുന്നുണ്ട് കേട്ടോ.